ഇന്ന് ശിശുദിനം. കൊച്ചിയിലുള്ള ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്തുകയാണ് അമൃത വാർത്ത. 7 വയസ്സുകാരൻ സദാശിവന്റെ കവിതാ സമാഹാരം ശ്രദ്ധയാകർഷിക്കുകയാണ്. തന്നെ വിസ്മയിപ്പിച്ച കാഴ്ചകളെല്ലാം കവിതയാക്കി മാറ്റുകയാണ് ഈ മിടുക്കൻ. പ്രൊഫസർ MK സാനു മാസ്റ്ററാണ് പാച്ചു എന്ന് വിളിക്കുന്ന സദാശിവന്റെ ഉള്ളിലെ കവിയെ കണ്ടെടുത്തത്. പാച്ചുവിന്റെ കവിതകളിൽ നിറയുന്നത് കാറ്റും മഴയും പുഴയും പൂക്കളുമെല്ലാമാണ്. പ്രകൃതിയിൽ തന്നെ വിസ്മയപ്പെടുത്തുന്നതെല്ലാം കവിതയാക്കി മാറ്റും ഈ 2ാം ക്ലാസ്സുകാരൻ. 4.5 വയസ്സ് മുതലാണ് പാച്ചു എന്ന സദാശിവ് കവിതകളോട് കൂട്ടുകൂടി തുടങ്ങിയത്. മകൻ ചൊല്ലുന്ന കവിതകൾ അമ്മ ശ്രീജയാണ് പുസ്തകത്തിലേക്ക് പകർത്തിയത്. പിന്നീട് കുടുംബസുഹൃത്തും ഗുരുവുമായ പ്രൊഫസർ MK സാനു മാസ്റ്ററിനെ കവിതകൾ കാണിച്ചു. ഒരു ദിവസം വന്നപ്പോഴാണ് യാദൃശ്ചികങ്ങളെ കുത്തി നോക്കിയപ്പോഴാണ് അത് ഈ കവിത മേഘം അല്ലെങ്കിൽ ഒരു പുഷ്പം, തോട്ടം, ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു പ്രകൃതി ദൃശ്യങ്ങളെക്കുറിച്ച് എല്ലാം മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊരു കുഞ്ഞിൻ്റെ വിസ്മയം, അത് വികസ്വരമായി വരുന്ന വിസ്മയമാണ്. അപ്പോൾ ആ വിസ്മയത്തിൽ നിന്നാണ് എപ്പോഴും കവിയിൽ എപ്പോഴും വിസ്മയം ഉണ്ടാകും അന്ത്യം വരെ. അപ്പോൾ ആ വിസ്മയത്തിൻ്റെ വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു കവിത ഞാൻ കണ്ടു, ഒരു കുഞ്ഞിൻ്റെ ആത്മാവ് അനുഭവിക്കുന്ന വിസ്മയവും ആ വിസ്മയം അനുദിനം നവീകൃതമായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ പരിശീലിച്ച് നോക്കാം. അക്ഷരമൊപ്പിച്ച് മലയാളം കൂട്ടിവായിക്കാനായിട്ടില്ലെങ്കിലും പാച്ചുവിന്റെ കാഴ്ചപ്പാടുകളും കവിതകളും ആരെയും വിസ്മയപ്പെടുത്തുന്നതാണ്. എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യാൻ അതിനായി കവിത എഴുതി. എൻ്റെ അമ്മയോട് വായിച്ചതാ. ചിത്രം വരയും ഗിറ്റാറും വായനയും ഫോട്ടോഗ്രാഫിയുമാണ് മറ്റ് ഇഷ്ടവിഷയങ്ങൾ. വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ സ്വയം തിരഞ്ഞെടുക്കും. APJ അബ്ദുൽ കലാമിനെ പോലെ ബഹിരാകാശ ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം. ഡോക്ടർ ജോഷിയുടെയും അഡ്വക്കേറ്റ് ശ്രീജ ജോഷി ദേവിന്റെയും ഏകമകനായ പാച്ചു തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. ക്യാമറാമാൻ രാജേഷ് രാജിനൊപ്പം കൊച്ചിയിൽ നിന്ന് സനൽ ദേവ്, അമൃത ന്യൂസ്.